പറന്ന് തിങ്ങിപ്പറന്ന് പെൺവിളിക്കിനാക്കളല്ല ഒന്നിച്ചെടുത്ത് കരളിൻ്റെ കത്ത് നേരമായി നല്ല പുള്ളിയാണോ? എന്താണ് കുളിക്കാൻ കയറിയിട്ടുള്ളൂ? ഇവനെന്താണ് പ്രാന്ത? എനിക്കറിയില്ല. ഇന്നലെ എന്താണ്ട് സിനിമ കണ്ടിരുന്നപ്പോ കാസറ്റ് വീസി എറണാകുളത്ത് കുരുങ്ങിന്നാ. വീട്ടുകാരറിഞ്ഞാ? ആ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടാവില്ല, അതല്ലേ വെപ്രാളപ്പെട്ട് ഓടിയത്. ഏത് പടം? അവന് ഏത് പടമായിരിക്കും കാസറ്റ് കുരുങ്ങിയ? അയ്യോ എടാ ഇവൻ പൊട്ടനാട്ടോ. ആ അതെടുത്തിട്ട് വന്ന് ലേറ്റ് ആയിന്നാ, പിന്നെ അങ്ങനെ കഷ്ടം. ആ സിനിമ ഇനി എപ്പ കാണാനാണ്? ഇത് അത് മേടിക്കണ്ടാ. ഞാൻ ഗോപിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് 3 ടിക്കറ്റ് മാറ്റി വെക്കാന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ, സിദ്ദിഖ് ലാലിന്റെ പടമാണ്. എന്താ രണ്ടാളും വിടക്കണേ? എത്തു കുപ്പായൊക്കെ ആണല്ലോ. പൂക്കളൊക്കെ. ഒരു സിനിമയ്ക്ക് പോകാൻ പോണ്. അപ്പൂനെ കൂടെ കൂട്ടാൻ നിൽക്കുന്നു. അപ്പൂനെ കാത്തിക്കുക. അല്ലടോ, അന്റെ അപ്പൂപ്പനവിടെ പെരയിൽ വയ്യാണ്ട കിടക്കല്ല. അപ്പൊ ഇജ്ജ് സിനിമക്ക് പോവുക? അപ്പൂപ്പന്റെ വയ്യായി മാറുമ്പോ സിനിമ മാറൂലേ? അയ്യോ അയാൾ ഒറ്റക്ക് കിടത്തിട്ട് അങ്ങ് പോന്നു. പിന്നെ അപ്പൂനോട് കൊണ്ടുപോകാൻ പറ്റുമോ? എങ്ങനെ നടന്ന ആളാന്നറിയോ? എങ്ങനെ നടന്നേ? ഞങ്ങള് പണ്ട് ഞാനും രാഘവേട്ടനും അന്റെ അപ്പൂപ്പൻ ഞങ്ങളൊരു 6 ആൾക്കാര് കമ്പനിയാണ്, സുഹൃത്തുക്കള്. സിനിമക്ക് പോവാനോ? സിനിമക്ക് പോക്കും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്റെ അപ്പൂപ്പനായിരുന്നു അതിന്റെ കിലാടി. അങ്ങോട്ടോക്ക് 4 ആൾക്കാരൊക്കെ ഒരുമിച്ച് അടിച്ചടി വീത്തും. കൊതുകിനല്ല, മനുഷ്യന്മാരാ, ജീവനുള്ള മനുഷ്യന്മാരെ. എന്തിന്? റൗഡികള് ഒരു പെണ്ണിനെ തോണ്ടിയതിന്റെ പേരിലേന് അന്ന് 4 ആൾക്കാര് ഞങ്ങളെ മുന്നിന്ന് ഞങ്ങളൊന്നും തൊടിയിച്ചില്ല, അടിച്ചാണ്ട് അടിച്ചാള് വീഴ്ത്തി. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിന്റെ അപ്പൂപ്പനെ കാലം വന്ന് മേളിലോട്ട് കൊണ്ടുപോകത്തെന്താ അറിയാമോ? ചിലപ്പോ കാലം വരുമ്പോ നിന്റെ അപ്പൂപ്പ ഒറ്റടിക്ക് അടിച്ചിട്ടാലേ പഴയ റൗഡിയല്ലേ. പറഞ്ഞിട്ട് എന്ത് കാര്യ? പിന്നെ നോക്കിയും കണ്ടൊക്കെ നടന്നോ, കാലം മോശമായിക്കൊണ്ടിരിക്കുക. അതെ അതെ, ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ നടന്ന് റോഡിലോട്ട് പോ. പഴയ കാലമല്ല, വണ്ടിയൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. എങ്ങനെയാടാ ഈ ഉപദേശിക്കാൻ പറ്റുന്നത്? ഈ പ്രായം മൊത്തം ഉപദേശമായിരിക്കും അല്ലേ? ഏകാന്ത വൃദ്ധരെ പോകുന്നതെങ്ങോട്ടോ, ഏകാന്ത വൃദ്ധരെ പോകുന്നതെങ്ങോട്ടാ, റോഡിലെ കുഴിയിലോ വല്ല ചന്ദന ചിതയിലോ, ഏകാന്ത വൃദ്ധരെ പോകുന്നതെങ്ങോട്ടാ. ശീതള, ശീതള, ശീതള. ആരാ? അപ്പൂപ്പ. ആരാ? മന്മഥൻ, മന്മഥൻ, ശീതളന്റെ കൂട്ടുകാരൻ മന്മഥൻ. മന്മഥൻ. ശീതളൻ എവിടെ? ശീതളൻ എവിടെന്ന്? ശീതളൻ കുളിക്കാ. അതാ വിളിച്ചിട്ട് കേൾക്കാത്തവൻ. 1.5 മണിക്കൂറാവും കുളി കഴിയാൻ. ശീതളന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അവരൊരു കല്യാണത്തിന് പോയിരിക്ക. കാർത്തേനിയുടെ മകളില്ലേ തങ്കമണി, തങ്കമണിയുടെ മകള് ചിഞ്ചുവിന്റെ കല്യാണ. ഞാൻ പോയി നടത്തി കൊടുക്കേണ്ട കല്യാണം അത്.
പോവാൻ വയ്യേ, കാലിന്റെ മുട്ടിനൊക്കെ വേദന. ഓ കണ്ണ് ദൂരത്തേക്ക് കാണില്ല, കാത് കുറവാ. ആ നാക്കിന് മാത്രം ഒരു കുഴപ്പമില്ലല്ലോ. കാക്കേ ആരാന്നാ പറഞ്ഞേ? മന്മഥൻ, ശീതളന്റെ കൂട്ടുകാരൻ മന്മഥൻ. ആ മന്മഥൻ. ആ അതെ അതെ അതെ. മന്മഥന്റെ അച്ഛൻ പപ്പൻ. പപ്പൻ കുഴിവിള അതാ ചോദിച്ചു. വിള വീട്ടിലെ പപ്പൻ. പപ്പൻ. പപ്പന് സുഖല്ലേ? ആ സുഖ. അസുഖ? എന്താ സുഖം? അസുഖമല്ല, ആ സുഖമാണെന്ന്. സുഖമാണ്, സുഖമായിട്ടിരിക്കുക. എനിക്ക് സുഖല്ലേ? അവരൊക്കെ സുഖമായിരിക്കട്ടെ, എനിക്ക് സുഖമില്ല. പപ്പന്റെ അപ്പപ്പ എന്ത് ചെയ്യണു? അപ്പൂപ്പൻ പോയല്ലോ. എവിടേക്ക്? മരിച്ചുപോയി. മരിച്ചുപോയി. ഇത്ര നേരത്തെ മരിച്ചുപോയോ? ഞാൻ ചെറുതായിരുന്നപ്പോഴേ മരിച്ചുപോയല്ലോ. മരിച്ചുപോയി. എല്ലാവരും മരിക്കും. വീട്ടിലേക്ക് പത്ര വരുത്തണേ? മനോരമ. മനോരമയാണ്. മനോരമ ആണ്. മനോരമ നല്ല പത്ര. വായിച്ചോ. പപ്പന്റെ അപ്പനെ എങ്ങനെ മരിച്ചേ? അപ്പൂപ്പനെ ഒരു ദിവസം അച്ഛനും അമ്മയും കൂടെ ഓഹരി വെക്കാൻ പോയിട്ട് ഒരു ദിവസം അപ്പനും അമ്മയും കൂടി ഒരു കല്യാണത്തിന് പോയി. ഞാനും വീട്ടിലില്ല. അപ്പോള് അപ്പൂപ്പ ഇതുപോലെ ഒറ്റയ്ക്ക് വീട്ടില് ഇങ്ങനെ ചാരി ഇരുന്ന് മേളില് ഫാനിന്റെ കാറ്റുകൊണ്ട് ഉറങ്ങായിരുന്നു. അപ്പോഴേക്ക് ഈ ഫാൻ ഊരി തലയിൽ വീണ് അങ്ങനെ എനിക്ക് ഭാഗ്യമുണ്ട്, എന്റെ മുറിയില് ഫാനില്ല. ആ പോണത് പട്ടിയാ? പച്ചയാണോ അത്? പൂച്ച അല്ലേ? അല്ല, പട്ടിയാണെങ്കിൽ തേങ്ങാമുറി കട്ടുകൊണ്ടുപോയി. അതാ ഞാന് ഒന്ന് ശീതളം നോക്കി. ഇവിടെ ഇരിക്കേ. വരും. ഇവിടെ ഇരിക്കേ. എന്താ കഴിച്ചേ? പുട്ട്. ഇവിടെ പുട്ടും പഴവും ഉണ്ട് ഇവിടെ. കഴിച്ചോ? കഴിച്ചു. വീട്ടിലും പുട്ടും പഴമായിരുന്നു. കഴിച്ചു. അവിടെ പഴം ഇരിക്കുന്നുണ്ട്, 2 പഴം എടുത്ത് തിന്നോ. ചേട്ടത്തി ഇയാളെ അണ്ണാക്കിലോട്ട് തിരികെ വെക്കണം പഴം. എന്താ ജോലി? ജോലി എന്താ? ജോലി നോക്കുക. ഇപ്പോഴും നോക്കുക? ഈ പ്രായത്തിലും? എന്റെയൊക്കെ പ്രായത്തില് ഞാന് 2 കന്നിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ടം മുഴുവനും ഉഴും. അതെ,
രണ്ടാളും കൂടി എങ്ങടാ പോണേ? കാശിക്ക് പോണ കാശിക്ക്. കാശിന് വേണ്ടി വെറുതെ പോയാ കിട്ടില്ല, അധ്വാനിക്കണം. ശീതളം നീ എവിടെ പോയി ഉണ്ടാക്കിക്കൊണ്ടിരുന്നടാ? എന്താടാ കഷ്ടങ്ങളുടെ ഇത് ഇത് കൊമ്പ് പോലെ വിളിച്ചില്ലേ? അപ്പൊ എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നീ കുറച്ചേരം ഇരുന്നിട്ടല്ലേ ഇത്? പുട്ട് കഴിച്ചോ? കഴിച്ചു. അതെ, ഞാൻ പുറത്തേക്ക് ഒന്ന് പോവാ. പുറത്തേക്ക് പോവാണ്. ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം കേട്ടോ. എന്തേ അടങ്ങി ഒതുങ്ങി ഇരിക്കണം ഇവിടെ. പുറത്തേക്ക് ഇറങ്ങരുത്. ഇതിനെ ആരും എടുത്തോണ്ട് പോവാൻ? പുറത്തേക്ക് ഇറങ്ങണ്ടല്ലേ? ഇറങ്ങരുത്. എന്തിനാ ഇറങ്ങണം? ഇവിടെ ഇരുന്നൂടെ? എന്നാ എനിക്ക് മൂത്രം കഴിക്കണം. എന്നൊന്ന് ബാത്റൂമിലേക്ക് ആക്ക്. ഞാൻ ഇപ്പൊ നേരത്തെ കൊണ്ടായില്ലേ കുളിക്കാൻ പോണതിന് മുമ്പേ? ഇടയ്ക്കിടയ്ക്ക് പോണം. അയ്യോ അയ്യോ നടക്കവിടെ. പതുക്കല മോനെ. നടക്ക്. നടക്കം വെക്കണ്ടേ? അയ്യോ നടക്ക്. അയ്യോ കടക്കാണ്. അയ്യോ അയ്യോ എന്തൊരു കഷ്ടാന്ന് ചോദിച്ചത്. അയ്യോ മതിയുടെ അവിടെ കളഞ്ഞിട്ട് വാടാ ശീതള. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.